അരുൺ അമർനാഥ് കൂടിയുണ്ട്. മലപ്പുറത്ത് നിന്നാണ് അരുൺ ചേരുന്നത്. അരുൺ, ഇടുക്കി, പാലക്കാട്, മലപ്പുറം മൂന്നിടത്ത് റെഡ് അലർട്ടാണ്. മലപ്പുറത്തെ സാഹചര്യം എങ്ങനെയാണ്? അവിടെ രണ്ട് ഭാഗമാണല്ലോ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് മലയോര മേഖല, ഇപ്പോൾ നിലമ്പൂർ ഉൾപ്പെടെയുള്ള വനമേഖല ഉൾപ്പെടുന്ന ഭാഗം, മറ്റൊന്ന് പൊന്നാനി അടക്കം തീരമേഖല. ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ അറിയിപ്പുകളുണ്ടോ പ്രേക്ഷകർക്ക് വേണ്ടി, അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി, ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന്? രതീഷ്, നിലവിൽ ജില്ലയിൽ ആകെ മഴയുള്ള ഒരു സാഹചര്യമില്ല. പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷം ഒരു രാവിലെ ഉച്ച 12 മണിയോടുകൂടി തന്നെ ജില്ലയിൽ ആകെ ഇങ്ങനെ മൂടിക്കെട്ടിയ അന്തരീക്ഷം തുടരുന്നുണ്ട്. പിന്നാലെയാണ് ഇത്തരത്തിലൊരു റെഡ് അലേർട്ട് കൂടി വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മുന്നൊരുക്കങ്ങൾ വേണം എന്നുള്ളത് തന്നെയാണ്, ഒരു ജാഗ്രത വേണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, രതീഷ് സൂചിപ്പിച്ച ഒന്നാമത്തെ ഘടകം അത് നിലമ്പൂർ ഉൾപ്പെടുന്ന മലയോര മേഖലയാണ്. അവിടെ കഴിഞ്ഞ ദിവസം തുടർച്ചയായ പെയ്ത ഒരു മഴയുണ്ടായിരുന്നു. അവിടെ വഴിക്കടവിലൊക്കെ പല മേഖലകളിലൊക്കെ കർഷകരൊക്കെ ദുരിതത്തിലാവുന്ന സാഹചര്യം അന്ന് ഓറഞ്ച് അലേർട്ടായിരുന്നു. അത് തന്നെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ മലയോര മേഖലയിൽ എപ്പോഴും ജാഗ്രതയുണ്ട്. പൊന്നാനി ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിലും അത്തരത്തിലുള്ള ജാഗ്രത എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇനി രാത്രിയോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള ഒരു അവലോകന യോഗത്തിനൊക്കെ ശേഷമായിരിക്കും ഇനി എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ വേണം, അവധി ഉൾപ്പെടെയുള്ളവയിലേക്ക് കടക്കണമോ എന്നുള്ളത് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാവുകയുള്ളൂ എന്നാണ്. നിലവിൽ മഴ പെയ്യുന്നില്ല, പക്ഷേ മുന്നറിയിപ്പുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു മുന്നൊരുക്കത്തിലാണ് ജില്ലയുള്ളത്. രതീഷ്, അതായത് സ്കൂളുകൾക്ക് ഉൾപ്പെടെ അവധിക്കുള്ള സാധ്യതയുണ്ട്, പക്ഷേ ഇപ്പോൾ അത്തരത്തിലൊരു വിലയിരുത്തലില്ലല്ലേ? സാഹചര്യം അനുസരിച്ചായിരിക്കും അല്ലേ? അതെ, വൈകിട്ടോട് കൂടിയാണ് സാധാരണഗതിയിൽ യോഗം ചേരുക. നിലവിലെ അപ്പോഴത്തെ സാഹചര്യം കൂടി വിലയിരുത്തും. അത്തരത്തിൽ മഴ കനക്കുന്നുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ മലയോര മേഖലകളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതിന് സമീപമുള്ള ആളുകൾക്കൊക്കെ ഒരു മുന്നറിയിപ്പ് സ്വാഭാവികമായും നൽകുന്നതാണ്. അത്തരത്തിലുള്ള പ്രാരംഭ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. അവധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജില്ലയിലെ മറ്റ് സ്ഥിതിഗതികൾ കൂടി വിലയിരുത്തിയതിനു ശേഷം മാത്രമാകും ഉണ്ടാവുക. രതീഷ്, നിലവിൽ മഴയില്ല എന്നുള്ളത് കൂടിയുണ്ട്.